Hi friends, ഞാൻ Anju and welcome back to Healthy Bites. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് quinoa rice. ഈ quinoa എന്ന് പറയുന്ന ഒരു പ്ലാന്റ് സീഡാണ്. ഇപ്പം ഹൈലി ഡയബറ്റിക് അതല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർ ചോറിന് പകരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻടേക്കിന് പകരം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റൈസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഈ quinoa റൈസ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ quinoa എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് quinoa റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് quinoa എടുത്തിരിക്കുന്നത്. അരക്കപ്പ് quinoa-ക്ക് 3/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതുപോലെ ഉപ്പ് ഒരു നുള്ള് ആവശ്യത്തിന്. quinoa പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സീഡാണ് quinoa എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ, അതുപോലെ ലോ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർ തീർച്ചയായും ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പിന്നെ മറ്റ് ഏത് ഗ്രെയിൻസിനെക്കാട്ടിലും ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ ഇതിനെ മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ബോഡിക്ക് ആവശ്യമായ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഇതിനെ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു അരമണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കേണ്ടതാണ്. അരമണിക്കൂറെങ്കിലും വെച്ചാൽ വളരെ നന്നായിരിക്കും. നമുക്കിതിനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഞെരടി കഴുകേണ്ടതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉമ്മിയുണ്ട്, അത് പോവേണ്ടതാണ്. അത് പോയില്ലെങ്കിൽ നമ്മളിത് റൈസ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതിനായിട്ടിത് വെള്ളം ക്ലിയർ ആവുന്നിടം വരെ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്, ഒന്ന് അരിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളിത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഇടാം. നമുക്ക് ഈ 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന quinoa ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് quinoa ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും ഒരു നുള്ളിട്ട് കൊടുക്കുന്നു. നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നതും വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ quinoa റെഡി ആവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ മൊത്തം പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് റൈസ് എന്തായി നോക്കാം. നമ്മുടെ quinoa കൊണ്ടുള്ള റൈസ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈ quinoa നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും ഓർഗാനിക് ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലിയാണ്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്. ഗുഡ് ബൈ.